കണ്ടയിടത്ത് വെച്ച് കൊല്ലുക. അപ്പൊ ഇവരെ സ്ഥിരം സാധനം. അതിന്റെ തൊട്ട് 3 ആയത്ത് മുമ്പ് വായിച്ചാൽ ഇതൊരു യുദ്ധ സന്ദർഭമാണ്, യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങളെ കുറിച്ച്, യുദ്ധത്തിലേക്ക് പോകുന്നതിനെ കുറിച്ച്, അങ്ങനെയൊക്കെ കഴിഞ്ഞ് യുദ്ധത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് യുദ്ധ സന്ദർഭത്തിൽ ഒരാളെ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്നുള്ളത്. അപ്പൊ ഇതിൽ ഈ പറഞ്ഞതുപോലെ സാഹചര്യത്തിൽ നിന്ന് മാറ്റുക, അതേപോലെ ആ സാഹചര്യത്തെ തീരെ പരിഗണിക്കാതിരിക്കുക, അതിന്റെ തഫ്സീർ എന്താണെന്ന് നോക്കാതിരിക്കുക. അപ്പുറത്തിരിക്കുന്ന ആൾ പറയുന്നത് അതൊരു യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയാണ്. ഒന്നാമത്തെ കളവ്. രണ്ടാമത്തെ കളവ്, അതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും വചനങ്ങൾ വായിച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടും അത് മനസ്സിലാകും അതൊരു യുദ്ധ സന്ദർഭത്തിൽ ഇറങ്ങിയാണ്. ആ 2 വചനങ്ങൾ വായിച്ചാൽ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും യുദ്ധ സന്ദർഭം അല്ല എന്ന്. മൂന്നാമത്തത്, യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട 4 മാസങ്ങൾ എന്ന് പറയുന്ന അത് ഈ ഖുർആൻ വചനത്തിൽ പറയുന്ന 4 മാസമായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്, കുലബന്ധമില്ലാത്തതാണ് മൂന്നാമത്തെ കളവ്. അങ്ങനെ യുദ്ധ സന്ദർഭത്തിലേക്ക് പോകുന്നു, കാത്തിരിക്കുന്നു, യുദ്ധ സന്ദർഭത്തിലേക്ക് എത്തുന്നു, 4-മത്തെ കളവ്. എന്നിട്ട് യുദ്ധ സന്ദർഭത്തിൽ ഈ ആയത്ത് അവതരിക്കുന്നു, 5-മത്തെ കളവ്. കണ്ടയിടത്ത് വെച്ച് എതിരാളിയെ കൊല്ലുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് പറയുന്നതിന്റെ കൂടെ ഞാൻ പറയുന്നതിന്റെ ഇടയിൽ എനിക്ക് സംഭവിച്ചൊരു അബദ്ധം എന്നുള്ളത് തന്നെ പറയാം. പിന്നെ സൂറത്ത് തൗബയിലും ഇതേ രൂപത്തിൽ കണ്ടയിടത്ത് വെച്ച് കൊല്ലുക എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ യുദ്ധം നിഷിദ്ധമാക്കിയപ്പെട്ട 4 മാസങ്ങളെ കുറിച്ച് പറയുന്നത് അതും ഇതും മിക്സ് ആയി പോയി. ഞാൻ പറഞ്ഞപ്പോൾ അത് മിക്സ് ആയി പോയി എന്നുള്ളതാണ്. അതൊരു അബദ്ധം തന്നെയാണ്, മാനസികമായി പറ്റിയിട്ടുള്ള ഒരു അബദ്ധം തന്നെയാണ്. പക്ഷെ അവിടെയാണെങ്കിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് സൂറത്ത് തൗബയിൽ, ഈ സൂറത്തുൽ ബഖറയിലുള്ളത് ഈ പറഞ്ഞ പോലെ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലാണ്. എന്നാൽ സൂറത്ത് തൗബയിലുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തഫ്സീറുകളിൽ തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കാം. കരാറ് ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ തൗബയിലുള്ള ആയത്ത്. അതായത് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ള കോ എക്സിസ്റ്റൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കരാർ അവിടെ ഉണ്ടാവുകയും ആ കരാറ് ലംഘിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാർ ലംഘിച്ചവർക്കുള്ള ശിക്ഷ എന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ തൗബയിലുള്ള. അബദ്ധം പറ്റിയതാണ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്, അവിടെ നിർത്തണ്ടേ? പിന്നെ ഈ പറഞ്ഞ തൗബക്ക് വേറൊരു വിശദീകരണം എന്തിനാ നിങ്ങൾ കൊടുക്കണേ? മക്കക്കാരുമായിട്ട് മുഹമ്മദ് ഉണ്ടാക്കിയ ഒരുമിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ ഒരുമിച്ച് സഹകരിച്ച് മുന്നോട്ട് പോവുക, നമുക്ക് ഒരുമിച്ച് നിലനിൽക്കാം എന്ന തരത്തിൽ മുഹമ്മദ് ഉണ്ടാക്കിയ കരാർ ഏതാണ്? സൂറത്തു തൗബ ഇറങ്ങാൻ അവതരിക്കാൻ ഇടയാകുമാറ് മക്കക്കാർ നടത്തിയ കരാർ ലംഘനം എന്ന് നിങ്ങൾ പറയണ്ടല്ലോ, ആ ലംഘിച്ച കരാർ ഏതായിരുന്നു? അത് നിങ്ങൾ അടുത്ത വീഡിയോയിൽ പറയണേ. ഏത് കരാർ? കഴിഞ്ഞ തവണ ഞാൻ നിങ്ങളോട് ചോദിച്ചു ഏത് യുദ്ധം. അപ്പൊ നിങ്ങൾ പറഞ്ഞു ആ യുദ്ധമല്ല, യുദ്ധം മറ്റേ സൂറത്തു തൗബയിൽ അല്ല, അത് ബക്കറയിലെ 191, അവിടെ യുദ്ധമാണ്, ഇവിടെ കരാറാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പൊ ചോദിക്കുന്നു ഏത് കരാർ? സൂറത്തു തൗബ ഉപയോഗിച്ചു കൊണ്ടുവരുന്ന വിമർശനങ്ങളെ അൽ ബഖറയിൽ കൊണ്ടുപോയി കെട്ടി രക്ഷപ്പെടുന്ന തന്ത്രം അബ്ദുള്ള അബ്ബാസിലിനെ പറ്റിയ അബദ്ധം ഏറ്റുപറച്ചിൽ പോലെ പുതിയതല്ല. ഇത് ഇന്റർനാഷണലി റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു തന്ത്രമാണ്. ഇത് ഇവർ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്, എല്ലാവരും ചെയ്യുന്നതാണ്. പിടിക്കപ്പെടും എന്ന് ആവുമ്പോൾ തൗബയിൽ നിന്ന് ബഖറയിലേക്ക് ഓടുന്ന ഇവരുടെ മറിമായം നിങ്ങൾ കണ്ടോളി. യുദ്ധ സന്ദർഭത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന വചനങ്ങളെ സന്ദർഭത്തിൽ നടത്തിയെടുത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇത്തരം ആളുകൾ. ഉദാഹരണത്തിന് ഇവിടെ പറഞ്ഞ വചനം തന്നെ നോക്കുക. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 191-ാമത്തെ വചനം. എവിടെ എത്തി അക്ബർ സാഹിബ്? ഉദാഹരണത്തിന് ഇവിടെ പറഞ്ഞ വചനം തന്നെ എടുക്കുക. ഏത് വചനാണ് ഇവിടെ ആർവി ബാബു പറഞ്ഞു കേട്ടോക്കിയേ, അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ സൂറ 9:5 ഇവിടെ പറഞ്ഞ വചനം തന്നെ നോക്കുക. ഖുർആനിലെ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 191-ാമത്തെ വചനം. ഇതാണ് മക്കളെ മാജിക്. കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്ന ഖുർആനിലെ കൽപ്പനയുണ്ട്. ആ കൽപ്പനയെ 191-ാമത്തെ വചനത്തെ വേറെ കണ്ടെടുക്കുന്നു, എന്നിട്ട് ഇത് മാത്രം അവതരിപ്പിക്കുന്നു. 191-ാമത്തെ വചനം അല്ല സാഹിബേ ആർവി ബാബു ചോദിച്ചത്. ആർവി ബാബു ചോദിച്ചത് 9:5. നിങ്ങൾ പറയണത് 291. നിങ്ങൾക്കും അബദ്ധം പറ്റിയതാ. എനിക്കിപ്പോ വേണ്ടത് 2 സാധനങ്ങളാണ്. ഒന്ന്, പിന്നെ സൂറത്ത് തൗബയിലെ 5-ാം വചനം യുദ്ധമല്ല കരാറായിരുന്നെങ്കിൽ, ആ കരാർ ലംഘനം നടത്തിയവർക്കുള്ള ശിക്ഷയായിരുന്നെങ്കിൽ മക്കക്കാർ ലംഘിച്ച കരാർ ഏതാണ്? അവരുമായിട്ട് ഉണ്ടാക്കിയിരുന്ന കരാർ ഏതാണ്? കരാറ് 292 ആണ് യുദ്ധ സന്ദർഭം. അത് നിങ്ങൾക്ക് അങ്ങോട്ടോട് മാറിപ്പോയതാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 291, 192, 190 ഒക്കെ നടന്നപ്പോൾ അവതരിച്ച ഏത് യുദ്ധക്കളത്തിൽ ആയിരുന്നു? ഈ 2 ചോദ്യവും